നമ്മുടെ അമ്മമാരൊന്നും എടുത്തിരുന്നതിൻ്റെ ഭാഗം പണിയുന്ന നമ്മൾ എടുക്കുന്നുണ്ടോ? സത്യം പറഞ്ഞോ ഇല്ല, എടുക്കുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ കേട്ടോ. ഇതുപോലെ ഒന്ന് വണ്ണാമ്പലയൊക്കെ ഒന്ന് തൂക്കും, അതുപോലെ തന്നെ ഒന്ന് പെരയടിക്കും, മുറ്റടിക്കും, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കുറച്ച് ചൊറച്ചപ്പണികളൊക്കെ അല്ലേ നമ്മളെടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നല്ല, നമ്മളെ വിഷു ഇങ്ങോട്ടായില്ലേ, അപ്പോൾ വിഷുവിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ള പരിപാടിയിലാണ് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ആരംഭമായിട്ടാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടത്. ബാക്കി നമുക്ക് പിന്നീട് അങ്ങോട്ട് കാണാം അല്ലേ. അപ്പോൾ ഞങ്ങൾ സ്ഥിരം വരുന്ന സൂപ്പർ മാർക്കറ്റിൽ തന്നെയായിട്ടാണ് ഞങ്ങൾ ഇന്നും വന്നേക്കണത്. അപ്പോൾ എന്തായാലും ഞങ്ങളെ മാട്ടൂരിലുള്ള സൂപ്പർ മാർക്കറ്റാണ്. അപ്പോൾ എന്താ പറയുക, ആദ്യമൊക്കെ നമ്മൾ വിഷുവിനും ഓണത്തിനൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ വലിയൊരു ലിസ്റ്റ് തന്നെ ഉണ്ടാവും അല്ലേ. ഇപ്പോൾ തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നീണ്ട ലിസ്റ്റായിരിക്കും അല്ലേ പണ്ടൊക്കെ ഉണ്ടാവില്ല. ഇപ്പം അത്ര വലിയ ലിസ്റ്റൊന്നും ഇല്ല അല്ലേ. ഇപ്പം എല്ലാ സാധനങ്ങളും നമുക്ക് ഓൾറെഡി വീട്ടിലുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എപ്പോഴും വരുന്ന ഷോപ്പായതുകൊണ്ട് ഇവിടെ കുറച്ച് പരിചയക്കാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് അങ്ങനെ പരിചയം തുടങ്ങിയതാണ്. ഇപ്പോൾ നല്ലൊരു കൂട്ടാണ്. ഇവിടുത്തെ സ്റ്റാഫ് പേര് പ്രവീണ എന്നാണ്. ഇത് മാത്രമല്ല, ഞാൻ വഴിയെ എന്തായാലും കാണാം. ആദ്യം ആൾക്ക് മടിയായിരുന്നു, ഇപ്പോൾ ശരിയായിട്ടാണ്. അപ്പോൾ എന്തായാലും ഞാൻ പറഞ്ഞു വന്ന പോലെ ഞങ്ങൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പച്ചക്കറികൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഒരു ദിവസം കൂടി 2 ദിവസത്തെ ഗ്യാപ്പിന് ഞാൻ ഇപ്പോൾ വന്നത്, അതുകൊണ്ട് അത്യാവശ്യ സാധനങ്ങൾ മാത്രമേ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. പച്ചക്കറികൾ എല്ലാം ഞാൻ പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് പേരെ കൂടെ എനിക്ക് ഇതിനകത്തൊന്ന് കാണിക്കാനുണ്ട് കേട്ടോ. വെറുതെ വർത്താനം പറഞ്ഞിരിക്കാണ്ട് പണിയൊന്നും നടക്കുന്നില്ല വിഷുവായിട്ട്. നേരത്തെ പറഞ്ഞില്ലേ, അന്നേ പറഞ്ഞില്ല, ഇപ്പൊ ഞാൻ ഓർത്തതാ പറയുന്നുണ്ട് കേട്ടാ. ഓർത്ത് അത് പിടിച്ചില്ലേ അല്ലേ. ഒരവസരം വരട്ടെ. ഇവരൊക്കെ എൻ്റെ അപ്പോൾ ഇവരൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇവരായിട്ടൊക്കെ ഭയങ്കര കമ്പനിയാണ്. എൻ്റെ പിന്നെ ഒരു സ്വഭാവം അനുസരിച്ചിട്ട് എവിടെ ചെന്നാലും എനിക്ക് കമ്പനിക്കാരുണ്ടാവും കേട്ടോ. അതിപ്പോൾ വീഡിയോ ചെയ്തില്ലെങ്കിലും എനിക്ക് ആളുണ്ടാവും. അപ്പോൾ ഇപ്പുറം ഒരു തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരാളും കൂടി ഉണ്ട്, ആളെയും കൂടി ഒന്ന് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർക്ക് കുറച്ച് വിശ്വാസംസകളൊക്കെ കൊടുത്തുകൊണ്ട് ഞങ്ങളിത് അവിടെ നിന്ന് പോയിണ്. അവിടെ നിന്ന് പോകുന്നതിന് മുന്നേ കൂപ്പൺ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത് എപ്പോഴും കുറേ മുറിച്ചൊക്കെ ഇടുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരുടെ പേരിലും ഞാൻ എഴുതി വിട്ടിട്ടുണ്ട്. ഇങ്ങനെ അടിച്ചൊരു ചരിത്രം എനിക്ക് ഉണ്ടായില്ല കേട്ടോ ഇതുവരെ. സമ്മാന കൂപ്പൺ നോക്കാം, ഇനി എപ്പോഴെങ്കിലും ഒന്ന് അടിച്ചെങ്കിലും. അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്കാട്ടോ. വീട്ടിലേക്ക് ഇനി ചെല്ലേണ്ട താമസം എൻ്റെ മോൻ അവിടെ ഇങ്ങനെ കാത്തിങ്ങനെ ഇരിക്കുകയാണ്, എന്താ അമ്മ കൊണ്ടുവന്നതെന്ന് നോക്കിയിട്ട്. അപ്പോൾ എല്ലായിടത്തും ഇപ്പോൾ ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ അല്ലേ. വിഷുവായിട്ട് എന്തായാലും എല്ലാവരും ഓരോ സാധനങ്ങൾക്കെല്ലാം മേടിക്കാനും അതിനും ഇതിനൊക്കെ ആയിട്ട് ഇങ്ങനെ നടത്തവും ഓട്ടവും പാച്ചിലൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ഞാനും ഇതുപോലൊക്കെ സാധനം കൊണ്ടുവന്ന് ഇങ്ങനെ തട്ടുമ്പോൾ അങ്ങോട്ട് നിരത്തി അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ പാകം ചേർത്ത് അടക്കി വെക്കലാണ് ഏറ്റവും വലിയ പണിയല്ലേ. പണ്ട് അമ്മയെല്ലാം എന്താ ചെയ്യുക, വലിയൊരു പായൊക്കെ വലിയ ഷീറ്റൊക്കെ അങ്ങോട്ട് നിരത്തിയിട്ടിട്ട് നമ്മളാ കുപ്പിയും പാട്ടയും സാധനങ്ങളൊക്കെ ഇങ്ങനെ കഴുകി കമത്തിയൊക്കെ വെയിലത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുക്കണ ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് വളർന്നവരൊക്കെ തന്നെയാണ് നമ്മൾ. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യലില്ല അല്ലേ. നമ്മളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എൻ്റെ കാര്യമായിട്ടാണ് പറഞ്ഞത്. ചെയ്യലില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താ ചെയ്യലേ, വിഷു ഓണമൊന്നും വരാൻ കാത്തിരിക്കില്ല. കാരണം നമുക്കിപ്പോൾ ആ കുപ്പി ഒന്ന് അഴുക്കായി എന്ന് തോന്നുമ്പോൾ നമ്മൾ അപ്പം തന്നെ കഴുകി വെക്കുന്നില്ലേ. അതുകൊണ്ട് നമുക്ക് ഓണം വിഷുവൊക്കെ വരുമ്പോൾ അങ്ങനെ കഴുകണം എന്നുള്ളൊരു ചിന്ത വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഇനി എല്ലാവരും ഇങ്ങനെയാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്തോട്ടെ പെട്ടെന്ന് തന്നെ. ഇല്ല സനി, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എന്തായാലും എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാവും. എല്ലാവരും പറഞ്ഞു, ഞാൻ എൻ്റെ കാര്യം പറഞ്ഞേട്ടാ. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാത്തിലോട്ടും ഇതുപോലെയൊക്കെ ഇങ്ങനെ അങ്ങോട്ട് പകർത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചടുകൂട്ട് പരിപാടിയായിട്ടാണ്. കാരണം വെച്ചാൽ സാധനങ്ങൾ ഇനിയും വരാനും മേടിക്കാനും ഒക്കെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ വിഷു വരെ നമ്മൾ ചിലപ്പോൾ വിഷുവിൻ്റെ അന്ന് വരെ നമ്മൾ എന്തെങ്കിലും സാധനം മറന്നിട്ടുണ്ടാവും മേടിക്കാൻ വേണ്ടിയിട്ട്, അത് ഉറപ്പാണ്. എന്തൊക്കെ മേടിച്ചെന്ന് പറഞ്ഞാലും എന്തെങ്കിലുമായിട്ട് ഒഴിഞ്ഞു പോകുമല്ലേ. ശരിക്കും പറഞ്ഞാൽ വിഷു ആയാലും ഓണായാലൊക്കെ നമ്മൾ ആഘോഷിക്കൽ നമ്മളെ കുട്ടിക്കാലത്ത് തന്നെയാണല്ലേ. അത് ഏതൊരു ആൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അന്നൊന്നും നമുക്ക് ഇതൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു സംഭവമൊക്കെ അടുക്കളയിൽ നടക്കുന്നുണ്ടോ എന്ന് പോലും നമ്മൾ അറിയില്ല. നമുക്ക് എന്താ വിഷു വന്നാൽ പടക്കം പൊട്ടിക്കണം, അതുപോലെ തന്നെ ഓണം വന്നാൽ പൂക്കളം ഇടണം, ഈ ഒരു ചിന്ത, അല്ലെങ്കിൽ നല്ലൊരു ഭക്ഷണം കഴിക്കണം, ഇതൊക്കെ അല്ലാണ്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇപ്പോഴത്തെ ചിന്തകൾ മുഴുവനും എന്താക്കണ്ടേ, എന്ത് ഭക്ഷണം ആക്കണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയൊക്കെ ഓരോരോ ചിന്തകളല്ലേ. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഇതിങ്ങനെ റൊട്ടേറ്റ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ നമുക്കും ഇതിൽ നിന്നൊക്കെ വിശ്രമം കിട്ടി നമ്മളിങ്ങനെ വെറുതെ കുത്തിയിരിക്കും അല്ലേ. അപ്പോൾ അതങ്ങനെ നടക്കട്ടെ. ഞാൻ എന്തായാലും പറഞ്ഞതാ എൻ്റെ തട്ടൊക്കെ ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പാത്രത്തിലേക്ക് അതാത് സ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ ഏകദേശം എൻ്റെ പണികളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെ തട്ടൊക്കെ തുടച്ചിട്ട് നേരെ പോകണം. അപ്പോൾ ബാക്കിയും പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ വെളിച്ചെണ്ണ സാധനങ്ങളൊക്കെ പകർത്താനൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പകർത്തി വെച്ച് പിന്നെ വെളിച്ചെണ്ണ പകർത്തിട്ട് ഞാൻ ആ കുപ്പി അങ്ങനെ തന്നെ വെളിച്ചെണ്ണ കുപ്പീൻ്റെ മേലെ തന്നെ അങ്ങോട്ട് കമത്തി വെക്കോട്ടെ. അപ്പോൾ അതിങ്ങനെ കുറേ സമയം ഇരുന്ന് ഇറ്റി ലാസ്റ്റ് ഇങ്ങനെ ഓരോ തുള്ളി വെളിച്ചെണ്ണയും നമുക്ക് അത്രയും വിലപ്പെട്ടതല്ലേ. അപ്പോൾ അതങ്ങനെ ഇട്ടിട്ട് ബാക്കിയെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്നുമില്ല, അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒതുക്കിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം രാത്രി ആയി കേട്ടോ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് നാളെ നേരം വെളുത്തിട്ട് കാണാം അല്ലേ. നേരം വെളുത്ത് കഴിഞ്ഞാലും ഇനി ഓരോരോ പണികൾ എന്തായാലും ഉണ്ടാവുമല്ലോ.
അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ രാവിലെ തന്നെ ചൂലൊക്കെ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോ ഭാഗം ഒരുപാടൊന്നും അടിച്ചു വരാനൊന്നും ഇല്ല, ഏക്കർ കണക്കിന് സ്ഥലമൊന്നും ഇല്ല, ആകെ അത്രയേ ഉള്ളൂ. എന്നാലും ഉള്ളത് നമ്മൾ നല്ല വൃത്തിയാക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോരോ കൂനാക്കിയിട്ട് ഞാനിങ്ങനെ വെക്കും കേട്ടോ. 14-ാം തീയതി വൈകുന്നേരം ഇത് കത്തിച്ച് കൂട്ടേണ്ടതാണ്. അതിനകത്ത് ഓരോ പടക്കമൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമ്മൾ എന്താ പറയുക, വിഷുക്കരിക്കൽ എന്ന് പറയുന്നില്ലേ, ഞങ്ങളങ്ങനെ കേട്ടോ. വിഷുക്കരിക്കുക എന്നല്ല, അങ്ങനെ ഓരോരോ കൂന ഞാനിങ്ങനെ ഓരോരോ കൂട്ടിയിട്ട് ഇങ്ങനെ ഇട്ടേക്ക് കേട്ടോ. മഴയെങ്ങാനും പെയ്തു പോയാൽ കഴിഞ്ഞിട്ട് എല്ലാ പരിപാടി. പെയ്യൂല എന്നുള്ള വിശ്വാസത്തിൽ 4 മൂലക്കും ഓരോരോ കൂന ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട്. 2-3 കടലാസെങ്കിലും കൂട്ടിയിട്ട് കത്തിക്കണം എന്നാണല്ലോ ആ ഒരു വെപ്പ്. അപ്പോൾ എന്തായാലും ആ വിശ്വാസത്തിൻ്റെ പുറത്ത് ഞാനും അങ്ങനെ കൂട്ടിയൊക്കെ എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം മുറ്റമൊക്കെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വിഷുവിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ വിഷുവിൻ്റെ വിഭവങ്ങളും ഒക്കെ ആയിട്ട് ഒരു വീഡിയോ എന്തായാലും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണാം. ഹാപ്പി വിഷു. ആരും പോകല്ല, ഇത് കഴിഞ്ഞപ്പോഴാണ് ഒരു രംഗം ഇവിടെ കിട്ടിയേട്ടാ. നമ്മളെ കുഞ്ഞിക്കണ്ണനെ ഒന്ന് ചൂടാക്കി വിട്ടു. പെട്ടെന്ന് വെത്തു ആള്. ഇനി നന്ദു കണ്ണന്റെ വീട്ടിലെ പടക്കം കാണാൻ പോകും അല്ലേ? ഞങ്ങൾ 5000 രൂപയ്ക്ക് വാങ്ങിടാ. നമ്മ 5000 രൂപക്ക് വാങ്ങി. കണ്ണൻ എത്ര പൈസക്ക് വാങ്ങി? 2000. എന്നിട്ട് പറ, ഞങ്ങൾ ഒരു 5000 ചില്ലറക്ക് വാങ്ങിയല്ലേന്ന്, ഇവര് 2000 രൂപക്ക് വാങ്ങി അച്ഛൻ പറ്റിച്ച് കാണാൻ. അയ്യോ ദൈവമേ, രാവിലെ എത്ര ആളായി. ഇത് കാണുമ്പോ അറിയോടി നമുക്ക് ഓർമ്മ വരുന്നത് നമ്മളെ ചെറുപ്പകാലം തന്നെ. ഇതേപോലെ ഞാൻ പ്രതീക്ഷനൊക്കെ പോകും, ശുശാനൊക്കെ പോകും. എവിടെ നമുക്ക് 100 എടുക്കേണ്ട ഒരു 10, 35, 40 കൊടുക്കുക. അതിനെ കൊണ്ട് ഞാൻ ബാക്കി ഓടല് അതെടുത്തിട്ടാ ഇവിടെ തന്നെ വെക്കൂ. പീഡിയന്റെ മുന്നിൽ കൊണ്ടുവന്ന് വിരിച്ച് അവിടെ ഇടും. പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല. ചർച്ചയാണ്, പൈസ ഉണ്ട്, അതുണ്ട് ഇതുണ്ട്. കണ്ടാ പടക്കം പൊട്ടിക്കട്ടെ. ഇന്നെപ്പ തുടങ്ങും നിങ്ങ? മുതൽ സ്റ്റാർട്ട് ചെയ്ത് ഇനി അങ്ങോട്ടേക്ക് ടക്ക 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 മേളോണ്. എല്ലാം കൂടി പന്ത് ഇരുട്ടത്ത് ഇങ്ങനെ കുത്തിയിരിക്കുകയാണ്. ഒരു പടക്കം പൊട്ടിക്കാണ് ഉമ്മാമല്ല വിളിക്കുന്നത്. പിന്നെ മാറിന്നോ, തലയിലിടണ്ട അവര്, വലിച്ചെറിയ. അവര് കണ്ണും മൂക്കൊന്നും ഇല്ലാത്തയാണ്. മിന്നു മാറിന്നേ, മിന്നുവിന് തലക്കായിക്കും മിക്കവാറ്. ഇന്ന് വരെ നടക്കുവോ?